നാഗരിക ജീവിതത്തോടുള്ള ഭ്രമം മൂലം സ്വന്തം ഗ്രാമം ഉപേക്ഷിച്ചു പോയ ഒരു കൂട്ടം ഗ്രാമവാസികൾ. ജനവാസമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ ഗ്രാമം പിന്നീട് ഒരു ഭ്രാന്താലയമായി. പ്രേതഗ്രാമം എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. എന്നാൽ വിജനമായ ആ ഗ്രാമത്തിൽ പിൽക്കാലത്ത് പ്രകൃതി ഒരുക്കിയ കലാസൃഷ്ടിയിൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിച്ചു. സ്വന്തം നാട് ഉപേക്ഷിച്ചു പോയ ജനങ്ങളിൽ ഭൂരിഭാഗവും പ്രേതഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. മനുഷ്യർക്കായി പ്രകൃതി ഒരുക്കിയ പ്രകൃതിയുടെ വികൃതികളിലൊന്നായ പ്രേതഗ്രാമത്തിന്റെ ചുരുളഴിയാത്ത കഥയാണിത്. കിഴക്കൻ ചൈനയിലെ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായ ഹൌട്ടാമൻ ഗ്രാമമാണ് ഇത്തരത്തിൽ പ്രേതഗ്രാമം എന്നറിയപ്പെടുന്നത്. ചൈനയിലെ ഷെൻജിയാങ് പ്രവിശ്യയിലെ ഷെങ്സി ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായ ഷെങ്ഷാൻ ദ്വീപിലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ ഗ്രാമമുള്ളത്. ഷാങ്ഹായിൽ നിന്നും ഏകദേശം 40 മൈൽ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന 400 ദ്വീപുകളുടെ ഒരു ശൃംഖലയാണ് ഷെങ്സി. ആ ദ്വീപുകളിലൊന്നാണ് ഹൌട്ടാമൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ഒരു കാലത്ത് 2000-ലധികം മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു. 1950-കളിൽ സ്ഥാപിതമായ ഈ ഗ്രാമം ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. 1990-കൾ വരെ മറ്റൊരു ഗ്രാമത്തെയും പോലെ പ്രതീക്ഷകളിൽ കടലിൽ പോയി മത്സ്യബന്ധനത്തിൽ വിശ്വസിച്ച് ഉപജീവനം നടത്തിയ ജനങ്ങളുടെ നാട്. 1980-കൾ ഈ ഗ്രാമത്തിന്റെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അന്നും 3000-കണക്കിന് ആളുകൾ ഇവിടെ അധിവസിച്ചിരുന്നു. കാലത്തിനൊപ്പം സാങ്കേതിക വിദ്യകളും പുരോഗമിച്ചു. ആ ഗ്രാമം മുന്നോട്ട് പോയി. മത്സ്യബന്ധനത്തിനായുള്ള കട്ടമരങ്ങൾ ചെറുവള്ളങ്ങളിലേക്കും അവിടെ നിന്ന് യന്ത്രവൽകൃത ബോട്ടുകളിലേക്കും പിന്നീട് കൂറ്റൻ മത്സ്യബന്ധന കപ്പലുകളിലേക്കും വളർന്നു. കാലക്രമേണ കപ്പലുകൾ വലുതായപ്പോൾ ഹൌട്ടാമനിൽ ചെറിയ തുറമുഖങ്ങൾക്ക് വലിയ മത്സ്യബന്ധന പട്ടണങ്ങളുമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന കടൽ ഗ്രാമവാസികൾക്ക് അന്യമാകാൻ തുടങ്ങി. മാത്രമല്ല, ഗ്രാമത്തിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം കുന്നിൻ ചെരുവിലൂടെയുള്ള ഇടുങ്ങിയ വഴി മാത്രമായിരുന്നു. ചൈനയുടെ എല്ലാ പ്രദേശങ്ങളിലും വികസനം വ്യാപിച്ചപ്പോൾ ഹൌട്ടാമൻ മികച്ച വിദ്യാഭ്യാസം നേടാനും നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൊണ്ടും വലയുകയായിരുന്നു. ഒടുവിൽ നാഗരിക ജീവിതത്തിൽ ഭ്രമിച്ച ചിലർ ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങി. കാലം കഴിയുന്തോറും ഇവിടെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടാകാൻ തുടങ്ങി. 90-കളിൽ തങ്ങളുടെ മണ്ണും നാടും ഉപേക്ഷിച്ച് ജനങ്ങൾ പലയിടത്തായി ചേക്കേറാൻ തുടങ്ങിയതോടെ പൂർണ്ണമായും മനുഷ്യരഹിത ഗ്രാമമായി ഇവിടം മാറി. 2002-ൽ ഗ്രാമം ഔദ്യോഗികമായി ജനവാസം ഒഴിവാക്കി. അങ്ങനെ അനാഥമായ കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ വിജനമായ ഗ്രാമമായി ഇവിടം മാറി. ജനങ്ങൾ വരാൻ മടിക്കുന്ന പ്രേതഗ്രാമം. എന്നാൽ ആര് കൈയൊഴിഞ്ഞാലും ഈ ഗ്രാമത്തിനെ പ്രകൃതി കൈയൊഴിയാൻ തയ്യാറായിരുന്നില്ല. കാലം ഹൌട്ടാമൻ ഗ്രാമത്തിനായി കാത്തുവെച്ചത് മറ്റൊരു പ്രതിച്ഛായയായിരുന്നു. കടലിനോട് അഭിമുഖമായി കിടക്കുന്ന ഈ വിജനമായ ഗ്രാമം പിന്നീട് കുറ്റിച്ചെടികളുടെയും വള്ളിപ്പടർപ്പുകളുടെയും അധിവാസ കേന്ദ്രമായി മാറി. എന്നാൽ കാട് വിഴുങ്ങുന്ന പ്രേതഗ്രാമം ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്ന കലാസൃഷ്ടിയായി മാറുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഗ്രാമത്തിന്റെ മുക്കും മൂലയും ഉൾപ്പെടെ ഗ്രാമത്തിലെ വീടുകളിലുൾപ്പെടെ പച്ചപ്പ് അതിന്റെ ആധിപത്യം സ്ഥാപിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഫോട്ടോഗ്രാഫർമാരുടെ പറുദീസയാണ് ഇവിടം. പച്ചപ്പ് മൂടിയ ഈ ഗ്രാമത്തിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിന് കാരണം തന്നെ പ്രകൃതിയുടെ ഈ കരവിരുത് തന്നെയാണ്. 2015-ൽ ഈ ഗ്രാമം കണ്ടെത്തിയത് മുതൽ ഗ്രീൻ ഗോസ്റ്റ് വില്ലേജ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഉപേക്ഷിക്കപ്പെട്ട നഗരം സന്ദർശിക്കാൻ പ്രാദേശിക അധികാരികൾ പ്രവേശന ഫീസും ഏർപ്പെടുത്തി. സഞ്ചാരികൾക്ക് വഴികാട്ടിയാവാനും അവശ്യ സാധനങ്ങൾ എത്തിക്കാനുമായി ഭൂരിഭാഗം ഗ്രാമവാസികളും ഉപജീവനമായി കണ്ട് ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. മനുഷ്യർ ഉപേക്ഷിച്ച ഇവിടം ഇപ്പോൾ ലോകത്തെ ഭ്രമിപ്പിക്കുകയാണ്.